ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ അംഗൻവാടികളിലും സർക്കാർ ആശുപത്രികളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പ്ലംബർ, ബയോമെഡിക്കൽ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. പ്ലംബർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ITI നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. ബയോമെഡിക്കൽ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള പോളിടെക്നിക് ഡിപ്ലോമയാണ്. അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം മാർച്ച് 7 രാവിലെ 11 മണിക്ക് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി ICDS പ്രോജക്റ്റിൽ കൊടുവള്ളി നഗരസഭയിലെ അംഗനവാടിയിൽ ക്രഷ് വർക്കർ, ഹെൽപ്പർ തസ്തികകളിലേക്ക് കൊടുവള്ളി നഗരസഭയിലെ 24 നമ്പർ ഡിവിഷനിലെ സ്ഥിര താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്രഷ് വർക്കർ +2 പാസ്സായിരിക്കണം. ഹെൽപ്പർ SSLC പാസ്സായിരിക്കണം. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 11 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷയുടെ മാതൃകയും വിശദ വിവരങ്ങളും കൊടുവള്ളി നഗരസഭ ICDS ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ICDS പ്രോജക്റ്റ് പരിധിയിലെ പനങ്ങാട് പഞ്ചായത്തിലെ 10-ാം വാർഡിലെ രാരുത്തുമുക്ക്, ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ ഉമ്മണിക്കുന്ന് എന്നീ അങ്കണവാടികളിൽ അങ്കണവാടി ക്രഷ് ആയി പ്രവർത്തിക്കുന്നതിന് ക്രഷ് വർക്കറെയും ക്രഷ് ഹെൽപ്പറെയും നിയമിക്കുന്നതിനായി അതാത് വാർഡിലെ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്രഷ് വർക്കർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. പ്രായം 18 മുതൽ 35 വയസ്സ് വരെയാണ്. ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. പ്രായം 18 മുതൽ 35 വയസ്സ് വരെയാണ്. അപേക്ഷ ഫോം ബാലുശ്ശേരി ICDS ഓഫീസിൽ ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 10 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മേലടി ICDS പ്രോജക്റ്റിലെ പയ്യോളി നഗരസഭയിലെ അങ്കണവാടി ക്രഷ് വർക്കർ, ഹെൽപ്പർ തസ്തികയിലേക്ക് പയ്യോളി നഗരസഭയിലെ 35 നമ്പർ വാർഡിലെ സ്ഥിര താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷയുടെ മാതൃകയും വിശദ വിവരങ്ങളും പയ്യോളി നഗരസഭ ICDS മേലടി ഓഫീസിൽ ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 10 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷകൾ മേലടി ശിശു വികസന പദ്ധതി ഓഫീസിൽ ലഭ്യമാക്കണം. വിശദ വിവരങ്ങൾ മേലടി ശിശു വികസന പദ്ധതി ഓഫീസിൽ ലഭിക്കുന്നതാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മേലടി ICDS പ്രോജക്റ്റിലെ മേപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ക്രഷ് വർക്കർ, ഹെൽപ്പർ തസ്തികയിലേക്ക് മേപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 13 നമ്പർ വാർഡിലെ സ്ഥിര താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷയുടെ മാതൃകയും വിശദ വിവരങ്ങളും മേപ്പൂർ ഗ്രാമപഞ്ചായത്ത് ICDS മേലടി ഓഫീസിൽ ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 10 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷകൾ മേലടി ശിശു വികസന പദ്ധതി ഓഫീസിൽ ലഭിക്കണം. വിശദ വിവരങ്ങൾ മേലടി ശിശു വികസന പദ്ധതി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് ആശാഭവനിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ JPHN തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിമം 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. JPHN തസ്തികയിലേക്ക് ANM കോഴ്സ് പാസ്സായിരിക്കണം. അധിക യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം മാർച്ച് 6 രാവിലെ 11 മണിക്ക് ഗവൺമെന്റ് ആശാഭവനിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. പ്രതിമാസം 32,560 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. മെഡിക്കൽ സൈക്യാട്രിയിൽ MPhil ബിരുദമുള്ള 18-നും 41-നും പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം മാർച്ച് 6 മുമ്പ് നേരിട്ട് ഹാജരാവണം. അർഹരായവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. അടുത്തത് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള തൃശൂർ ജില്ലാ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റിയിൽ ഡാറ്റ മാനേജർ, എൻറ്റമോളജിസ്റ്റ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഡാറ്റ മാനേജർ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. ആരോഗ്യ സാമൂഹ്യ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കമ്പ്യൂട്ടറിലും MS ഓഫീസിലും പ്രാഥമിക പരിജ്ഞാനമുള്ളവരായിരിക്കണം. ബിരുദവും പബ്ലിക് ഹെൽത്തിൽ ബിരുദാനന്തര ബിരുദവും പബ്ലിക് ഹെൽത്ത് ഡാറ്റ മാനേജ്മെന്റിൽ വൈദഗ്ധ്യമുള്ളവർക്കും വിവിധ ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഡാറ്റ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സുവോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള എൻറ്റമോളജി ഒരു വിഷയമായി പഠിച്ച് വെക്ടർ വഴി പടരുന്ന രോഗനിയന്ത്രണത്തിൽ കുറഞ്ഞത് 2 വർഷം
വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് എൻറ്റമോളജി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. DPMSU ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ മാർച്ച് 7-ാം തീയതി വൈകിട്ട് 5 മണിക്കകം ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.